വയനാട് മാനന്തവാടിയിലിറങ്ങിയ ആളെക്കൊല്ലി ആന പടമല മണ്ണുണ്ടിയിൽ. ചാലിഗദ്ദയിൽ നിന്ന് ആന നീങ്ങി മണ്ണുണ്ടിയിൽ എത്തിയതായി വനം വകുപ്പ് അറിയിച്ചു. മണ്ണുണ്ടിയുടെ 4 കിലോമീറ്റർ അടുത്തുള്ളതായാണ് വിവരം. അനുകൂലമായ സാഹചര്യമെങ്കിൽ ഉടൻ മയക്കുവെടിവെക്കും. ദൗത്യ സംഘത്തോടൊപ്പം വെറ്റിനറി ഡോക്ടർമാരും ഒപ്പമുണ്ട്. 4 കുങ്കിയാനകളെയും ബാവലിയിൽ എത്തിച്ചിട്ടുണ്ട്. ട്രാക്കിംഗ് സംഘം വനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതേസമയം തൃശൂരിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഉടൻ ചേരും. വിവരങ്ങളുമായി വയനാട് നിന്ന് പ്രജിത്തും ശ്രീജിത്തും ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണോ? ഈ മണ്ണുണ്ടി കോളനിയോടടുത്തുള്ള ഒരു ജനവാസ മേഖലയുടെ അടുത്ത് നിൽക്കുന്ന വനപ്രദേശത്ത് തന്നെയാണ്. കാരണം ഇവിടെ വനപ്രദേശങ്ങളോട് ചേർന്ന് തന്നെയാണ് ആളുകൾ താമസിക്കുന്നതും. അങ്ങനെയുള്ളൊരു മേഖലയാണ് ഈ മണ്ണുണ്ടി കോളനി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഉള്ള മേഖലയാണ് മണ്ണുണ്ടി കോളനി. ഇവിടുന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആനയുണ്ട് എന്നുള്ളതാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിക്കുന്ന ഏറ്റവും വലിയ വിവരം എന്ന് പറഞ്ഞാൽ. ഈ റേഡിയോ കോൾ ട്രാക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലൊരു കാര്യമെന്ന് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആന സ്ഥിരമായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അല്ലെങ്കിൽ ആന എവിടെയെങ്കിലും നിൽക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമില്ല. ആന ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ട്രാക്ക് ചെയ്യുന്നതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ആന സ്ഥലത്ത് കുറച്ചു നേരം തങ്ങിയാൽ മാത്രമായിരിക്കും ഈ രീതിയിലുള്ളൊരു മയക്കുവെടി വെക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകുക. ഈ ട്രാക്കിംഗ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആനയ്ക്കൊപ്പം വനത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കുങ്കിയാനകളെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. 2 കുങ്കിയാനകളെ ഇപ്പോൾ തന്നെ ബാവലിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 2 ആനകളും കൂടി ഉടൻ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. എന്തായാലും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇക്കാര്യത്തിൽ കൃത്യമായി ഈ മേഖലയിൽ റോന്തു ചുറ്റുന്നുണ്ട്. വനം വകുപ്പിന്റെ വാച്ചർമാർ അവർ കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ട്രാക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരും കൂടുതൽ വനത്തിലേക്ക് പോയിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അനുകൂലമായൊരു സാഹചര്യം എത്തുകയാണ്. അത് മയക്കുവെടി വെക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. എന്തായാലും ഈ മേഖലയിലും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ ഈ പറഞ്ഞ അജീഷിന്റെ സ്ഥലത്ത് ഈ രീതിയിലുള്ള ആശങ്കകൾ അല്ലെങ്കിൽ ആളുകൾ പ്രതികരിച്ചത്, അതുപോലെയൊക്കെയുള്ള പ്രതികരണങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. കാരണം മുൻകൂറായിട്ടുള്ള ഈ അറിയിപ്പുകൾ പലപ്പോഴും ലഭ്യമാക്കുന്നതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നൊക്കെ ഒരു വീഴ്ചയോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ചില ആളുകളോടൊക്കെ തന്നെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ ചോദിക്കാം. ഈ ആന വരുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിപ്പൊക്കെ ലഭിച്ചിരുന്നോ? ആന വരുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആരും ഒന്നും പറഞ്ഞിട്ടില്ല. വനം വകുപ്പ് അറിയിപ്പ് തന്നില്ല. ഇപ്പൊ ഏതാണ്ട് 4 കിലോമീറ്റർ അടുത്തുണ്ടെന്നാണ് പറയുന്നത് ഈ മേഖലയുടെ. എന്നിട്ട് നിങ്ങളെയൊന്നും അറിയിച്ചിരുന്നില്ല? മുൻകൂറായിട്ട് എന്തെങ്കിലും അനൗൺസ്മെന്റോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അവർ ഇതുവരെ വന്നിട്ട് നമ്മളോട് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സമാനമായ സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ആന ഈ മേഖലയോട്, അതായത് ഈ ഒരു കോളനിയാണ്, ഈ കോളനിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 4 കിലോമീറ്റർ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. ചേട്ടാ, ഈ ആന വരുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആന വരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ നൽകിയിട്ടില്ല എന്നുള്ളത് പലപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അറിയിപ്പുകളാണ് കൃത്യമായി ജനങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആ ഒരു അവസ്ഥ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രതിസന്ധികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഉദ്യോഗസ്ഥർ ഈ മേഖലയിലെല്ലാം ഉണ്ട്. കാരണം ഓരോ സ്ഥലത്തേക്കും ആന എത്തുന്നതനുസരിച്ച് ആ മേഖലയിൽ വാച്ചർമാരെയൊക്കെ നിയോഗിച്ച് ചുറ്റാനുള്ള സംവിധാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് റേഡിയോ കോളർ വഴിയുള്ള ട്രാക്കിംഗ്. പക്ഷേ ഈ ട്രാക്കിങ്ങിലും ചെറിയ വീഴ്ചകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കുറവുകളോ അപര്യാപ്തതകളോ ഒക്കെ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ആന മുൻകൂറായി എത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രദേശവാസികൾ പറഞ്ഞത്. ദൗത്യ സംഘത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? നമുക്ക് ആ മുന്നറിയിപ്പ് 5 മണി ആയപ്പോഴത്തേക്കും തന്നെ ഫോറസ്റ്റ് സാറുമാർ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇവര് പറയുന്നത് അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു അവർക്കൊരു അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല, അവിടെ ഒരു അനൗൺസ്മെന്റ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. പ്രസിഡന്റിന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് വിളിച്ച് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അനൗൺസ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഈ 5 മണിയല്ലേ, അപ്പം നമുക്ക് അതിൻ്റെതായൊരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫോറസ്റ്റുകാർ നമ്മളടുത്ത് കൂടുതൽ സഹകരിച്ചിട്ട് തന്നെ രാവിലെ 5 മണിയപ്പോൾ തൊട്ട് സാറുമാർ എന്നെ വിളിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഫോറസ്റ്റ് ഏരിയയിലുള്ള ആൾക്കാരാണ്, അവർ ചിലപ്പം കാട്ടിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പം അവർക്കൊന്ന് മുന്നറിയിപ്പ് കൊടുക്കണേന്ന് പറഞ്ഞ് വാർഡ് തലത്തിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ മൊത്തം മെസ്സേജ് ഇടുകയാണ് ചെയ്തത്. പിന്നെ കുറേയൊക്കെ ആളുകൾ പറയുന്ന രീതിയിലല്ല അറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണോ? ഞാൻ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ പറയുന്നത്. അവർ കൃത്യമായി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുത്തെ ഗ്രൂപ്പുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ അറിയിച്ചു.
ഉണ്ട് എന്നുള്ളതാണ് വാർഡ് മെമ്പറായിട്ടുള്ള ചേച്ചിയുടെ പേരെന്തായിരുന്നു, രജനി പറയുന്നത്. എന്തായാലും പക്ഷേ ചിലർ പറയുന്ന ഇത്തരത്തിലുള്ള അറിവുകളൊന്നും അറിയിപ്പുകളൊന്നും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ദൗത്യം അത് ആരംഭിച്ചിട്ടുണ്ട്. ആനയെ ലൊക്കേറ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളുമായിട്ട് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ്. പ്രജിത്ത്, ദൗത്യ സംഘത്തിൽ ആരൊക്കെയാണുള്ളത്? ദൗത്യ സംഘത്തിൽ ഇവിടുത്തെ സൗത്ത് വയനാട് DFO അടക്കമുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ RRT ഉദ്യോഗസ്ഥരുണ്ട്. ഈ ആനയെ ടാർട്ടിംഗ് ചെയ്യുന്ന ടീമുണ്ട്. അതിലുള്ള അതായത് മയക്കുവഴി വെക്കുന്ന വിദഗ്ധ സംഘമുണ്ട്. അതോടൊപ്പം തന്നെ ഈ RRT സംഘം, വനം വകുപ്പിന്റെ പ്രത്യേക സംഘം അല്ലെങ്കിൽ വാച്ചർമാർ എന്നിവരെല്ലാം ഈ സംഘത്തിലുണ്ട്. അവർ കൃത്യമായി ഈ ആളുകളെ വിന്യസിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം ഈ മയക്കുവഴി വെക്കുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, അതിനുവേണ്ട ഡോക്ടർമാർ, ആനയുടെ ആരോഗ്യ നിരീക്ഷിക്കാനുള്ള ഡോക്ടർമാർ, ഒപ്പം തന്നെ DFO നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, അങ്ങനെ വലിയൊരു സംഘം തന്നെ ഇപ്പോൾ ഈ കാട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ ഇപ്പോൾ തമ്പടിച്ചിട്ടുണ്ട്. അത്രയധികം ഉദ്യോഗസ്ഥരുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട് തണ്ണീർക്കൊമ്പനുമായി ദൗത്യം നടത്തിയ സമയത്ത് തണ്ണീർക്കൊമ്പനുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവഹാനിയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള രീതിയിലുള്ളൊരു കരുതലുകളൊക്കെ എടുത്തിട്ടുള്ളത് തന്നെയാണ് ഈ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആനയുടെ അടക്കമുള്ള കാര്യങ്ങളിൽ നിരീക്ഷണം നടത്തണം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർക്ക് കർശനമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. മണ്ണുണ്ടിയിലെ ജനവാസ മേഖലയോടടുത്ത് ആളെക്കൊല്ലി ആനയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്, ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് വനം വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വിവരം.